നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് പുനലൂരിൽ സ്വീകരണം നൽകി. കോൺഗ്രസും ബിജെപിയുമല്ലാത്ത ഒരു മുന്നണിയെ ജനം ആഗ്രഹിക്കുന്നുവെന്ന് പിണറായി. ബ്ലേഡ് മാഫിയയ്ക്കെതിരെ പോലീസ് നടപടി തുടരുന്നു. കുന്നിക്കോട്, പത്തനാപുരം, പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കടക്കലിൽ ദമ്പതിമാരെ വീടുകയറി ആക്രമിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് പുനലൂരിൽ സ്വീകരണം നൽകി. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിയോടെ എത്തിയ പിണറായിയെ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്നാണ് സ്വീകരിച്ചത്. മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന വർഗീയ ശക്തികൾക്ക് വലിയ പ്രോത്സാഹനം കോൺഗ്രസിന്റെ സമീപനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടെന്ന് പിണറായി പറഞ്ഞു. RSSും ബിജെപിയും ചേർന്ന് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അന്ന് രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നിസ്സംഗത പാലിച്ചതായി പിണറായി ചൂണ്ടിക്കാട്ടി. മതനിരപേക്ഷതയുടെ ഭാഗത്താണ് ഞങ്ങളെന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത അപകടപ്പെടുത്തുന്ന വർഗീയ ശക്തികൾക്ക് വലിയ പ്രോത്സാഹനം കോൺഗ്രസിന്റെ സമീപനത്തിന്റെ ഭാഗമായി ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ഇപ്പോ കൂടുതൽ ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാം ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാനിടയില്ലാത്തത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് RSSും സംഘപരിവാറും തകർത്തത് കോൺഗ്രസുകാരനായ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റും നിസ്സംഗത പാലിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും അതിൽ പ്രതിയാണ്. കോൺഗ്രസ് തകർന്നു കഴിഞ്ഞു. കോൺഗ്രസും ബിജെപിയുമല്ലാത്ത ഒരു മുന്നണിയെയാണ് രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. കോൺഗ്രസിന് സ്വയം രക്ഷിക്കാൻ തന്നെ ഇപ്പൊ കഴിയില്ല. കോൺഗ്രസ് അത്ര വലിയ തകർച്ചയാണ്, അതിവേഗതയിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. ദയനീയമായ പതനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു നാൾ മുൻപാണല്ലോ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 2 സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളാണ്. 2 ദശാബ്ദമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം. പക്ഷേ മധ്യപ്രദേശ്, രാജസ്ഥാനില് കോൺഗ്രസിന് കിട്ടിയത് ആകെ 21 സീറ്റാണ്. ഡൽഹിയില് 8 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി. എത്രമാത്രം ഒറ്റപ്പെടലാണ് കോൺഗ്രസിന് സംഭവിക്കുന്നതെന്നാണ് കാണുന്നത്. കോൺഗ്രസിനെ ജനം പൂർണ്ണമായി കൈയൊഴിഞ്ഞിരിക്കും. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉയർന്നു വരുന്ന വർഗീയതയുടെ വിപത്തിനെ തടയാൻ കോൺഗ്രസിനെ കൊണ്ടാകും. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന് ആപത്തായി മാറുകയും ചെയ്തു. കോൺഗ്രസ് ഇന്നത്തെ അവസ്ഥയിൽ അധികാരത്തിൽ തുടരാൻ പോകുന്നില്ല. കനത്ത പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. കോൺഗ്രസും ബിജെപിയും അല്ലാത്ത ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ കാര്യം കൂടി ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ
ഈ മാർച്ച് 1-ാം തീയതി ആരംഭിക്കുന്നത്. മുതിർന്ന പാർട്ടി പ്രവർത്തകരെ പിണറായി ചടങ്ങിൽ ആദരിച്ചു. അക്കാദമിക് മേഖലയിൽ മികവ് പ്രകടിപ്പിച്ച പാർട്ടി അംഗങ്ങളുടെ മക്കളെയും രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെയും പിണറായി ഉപഹാരം നൽകി അനുമോദിച്ചു. 100 വയസ്സ് പൂർത്തിയായെങ്കിലും രക്തസാക്ഷിയുടെ മകളാണ്. ഉപകാരങ്ങൾ നൽകി ആദരിക്കുകയാണ് ആ കുറ്റൻ സഖാവ് പിണറായി ഉപകാരങ്ങൾ. കെ വരദരാജൻ, പി രാജേന്ദ്രൻ, എ കെ ബാലൻ, ഇ പി ജയരാജൻ, കെ എൻ ബാലഗോപാൽ, പി കെ ശ്രീമതി, എളമരം കരീം, കെ രാജഗോപാൽ, എസ് ജെ മോഹൻ, എം എ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജില്ലയിലെ ബ്ലേഡ് മാഫിയക്കെതിരെ ഓപ്പറേഷൻ ബ്ലാക്ക് മണി തുടരുന്നു. പത്തനാപുരം, കുന്നിക്കോട്, പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അമിത പലിശ ഈടാക്കി പണം കടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. ബ്ലേഡ് മാഫിയക്കെതിരെ ജില്ലാ റൂറൽ പോലീസ് പരിശോധനകളും നടപടികളും കർശനമാക്കിയതിന്റെ ഭാഗമായാണ് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അന്വേഷണവും നിയമ നടപടികളും ഊർജിതമാക്കിയത്. പത്തനാപുരം, പുനലൂർ, കുന്നിക്കോട് സ്റ്റേഷൻ പരിധികളിൽ ബുധനാഴ്ച നടന്ന പരിശോധനയിൽ 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഓപ്പറേഷൻ ബ്ലാക്ക് മണി എന്ന പേരിലായിരുന്നു മിന്നൽ പരിശോധന. പരിശോധനയ്ക്ക് പിന്നാലെ 2 പേരെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം സ്റ്റേഷൻ പരിധിയിൽ കുണ്ടയം മൂലക്കടയിൽ മിഷാൻ മൻസിലിൽ റഷീദ് ഖാൻ, പട്ടാഴി മണയറയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അമിത പലിശയ്ക്ക് പണം നൽകുന്നവർക്കും പലിശയ്ക്ക് പണം നൽകിയതിന്റെ മറവിൽ മറ്റുള്ളവരെ വഞ്ചിച്ചും ഭീഷണിപ്പെടുത്തിയും വസ്തുവകകൾ കൈക്കലാക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടികളെടുക്കാൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി എല്ലാ സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് റൂറൽ എസ് പി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടക്കലിൽ പലിശ സംഘങ്ങളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ മിന്നൽ പരിശോധന. ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയിൽ രേഖകളൊന്നും പിടിച്ചെടുക്കാനായില്ല. അതേസമയം പരിശോധനാ വിവരം പോലീസ് തന്നെ ചോർത്തിയെന്ന് ആരോപണമുണ്ട്. കടയ്ക്കൽ, കാറ്റാടിമൂട്, അഞ്ചുമുക്ക്, പാങ്ങലുകാട്, മടത്തറ, വളവുപച്ച, പേഴുമൂട്, ആൽത്തറമൂട് തുടങ്ങിയ സ്ഥലങ്ങളിലെ പലിശ സംഘങ്ങളുടെ വീടുകളിലാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ രേഖകളൊന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പോലീസിന്റെ പരിശോധനാ വിവരം ചോർന്നതാണ് ഇതിന് കാരണമെന്ന് സംശയമുണ്ട്. റൂറൽ എസ് പി എസ് സുരേന്ദ്രന്റെ നിർദ്ദേശത്തെ തുടർന്ന് കടയ്ക്കൽ എസ് ഐ എൻ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. പലിശയ്ക്ക് പണം നൽകുമ്പോൾ ഈടായി വാങ്ങുന്ന രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയാത്തത് പരിശോധനാ വിവരം പോലീസ് തന്നെ ചോർത്തിയതിനാലാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വെള്ളിയാഴ്ച പത്തനാപുരത്തെത്തുന്ന കേരള രക്ഷാ മാർച്ചിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. രാവിലെ 9 മണിക്കാണ് സ്വീകരണം. കല്ലുംകടവിൽ വേദിയും 2000 പേർക്കിരിക്കാവുന്ന പന്തലും സജ്ജമായി. പത്തനാപുരം ടൌണിൽ രാവിലെ എത്തുന്ന പിണറായി വിജയനെയും CPM നേതാക്കളെയും നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ച് കല്ലുംകടവിലെ വേദിയിലേക്ക് ആനയിക്കും. സ്വീകരണം കൊഴുപ്പിക്കാൻ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊടിതോരണങ്ങളാലും ഫ്ലെക്സ് ബോർഡുകളാലും പ്രവർത്തകർ അലങ്കരിച്ചിട്ടുണ്ട്. കല്ലുംകടവിലെ സ്വീകരണ വേദിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കവാടം ശ്രദ്ധേയമാണ്. കല്ലുംകടവിൽ സാംസ്കാരിക നിലയത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിക്ക് പുറമെ 2000 പേർക്കിരിക്കാവുന്ന പന്തലും സജ്ജമാക്കിയിട്ടുണ്ട്. സ്വീകരണ ഘോഷയാത്ര നടക്കുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തകർ നേതാക്കൾ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനാണ് സ്വീകരണവേദി കല്ലുംകടവിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പാചകവാതക വിലവർദ്ധനവിന് പുറമെ ഗ്യാസ് ഏജൻസികൾ അമിത വില ഈടാക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഇരട്ടി ഭാരമാകുന്നു. ഏജൻസി പരിധിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ അധിക കൂലി ഈടാക്കരുതെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലും ഈ പകൽക്കൊള്ള. പാചകവാതക സിലിണ്ടറുകളുടെ വിലക്കയറ്റത്തിന് പിന്നാലെയാണ് ഗ്യാസ് ഏജൻസികൾ ഉപഭോക്താക്കളിൽ നിന്ന് അമിത വില ഈടാക്കുന്നത്. സിലിണ്ടറിന് അമിത വില ഈടാക്കുന്നുവെന്നാരോപിച്ച് പത്തനാപുരം മണ്ണിലഴികത്ത് പുത്തൻവീട്ടിൽ സോമൻ പിള്ളയാണ് രംഗത്ത് വന്നത്. ഏജൻസി നൽകുന്ന ബില്ലിൽ സിലിണ്ടർ ഒന്നിന് 1194 രൂപ ഈടാക്കിയതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 1130 രൂപ ഏജൻസി ജീവനക്കാർ നിർബന്ധപൂർവ്വം ഈടാക്കുകയായിരുന്നുവെന്ന് ഉപഭോക്താവ് ആരോപിക്കുന്നു. ബില്ല് വില ഞങ്ങൾക്ക് ഇന്ന് വന്നേക്കുന്ന ബില്ല് 1194 രൂപ ബില്ല് വന്നേക്കുന്നത്. അവർ 1230 രൂപ ബലമായിട്ട് തന്നേ വെക്കുമെന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോവാണ്. എല്ലാ പ്രാവശ്യവും ഇതുപോലെയാണ് അവർ പൈസ വാങ്ങിക്കുന്നത്. ഗ്യാസ് ഏജൻസി ഓഫീസിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ സിലിണ്ടറുകൾ വിതരണം ചെയ്യുമ്പോൾ കയറ്റിറക്ക കൂലിയോ വാഹന ചാർജോ അടക്കമുള്ള അധിക കൂലി ഈടാക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് 50 രൂപയോളം അധിക ചാർജ് ഈടാക്കുന്നതായി ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നത്. പരാതിപ്പെടാൻ ഉപഭോക്താക്കൾ രംഗത്ത് വരാൻ മടിക്കുന്നതും ഏജൻസി ജീവനക്കാരെ അമിതവില ഈടാക്കാൻ പ്രേരിപ്പിക്കുന്നു. പാചകവാതക സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിന് ആധാറിന്റെയും സബ്സിഡിയുടെയും നൂലാമാലകളുണ്ടാക്കി പൊതുജനത്തിന്റെ മേൽ ദുരിതം അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നാലെയാണ് ഏജൻസികളുടെ കൊള്ള. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടക്കലിൽ ദമ്പതിമാരെ വീടുകയറി ആക്രമിച്ച സംഘം മകന്റെ ബൈക്ക് അഗ്നിക്കിരയാക്കിയതായി പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ ദമ്പതിമാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.
കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട് കുന്നുംപുറത്ത് ഇടയിലഴികത്ത് വീട്ടിൽ 60-കാരനായ സുധാകരൻ, ഭാര്യ സരസമ്മ എന്നിവരെയാണ് വീട് കയറി ആക്രമിച്ചത്. പരിക്കേറ്റ ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി സംഘം സുധാകരന്റെ മകൻ ഷിബുവിന്റെ ബൈക്ക് കത്തിച്ച് സമീപത്തെ തോട്ടിലേക്ക് എറിഞ്ഞു. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പ്രദേശത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമായതെന്ന് സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് ഇവർ പോലീസിൽ പരാതി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പട്ടികജാതി പട്ടികവർഗക്കാരുടെ സുരക്ഷയും ഉന്നമനവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന റൂറൽ പോലീസിന്റെ ജാഗ്രതാ സമിതി ചിതറയിൽ നിയമ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിന് റൂറൽ പോലീസ് എല്ലാ പിന്തുണയും നൽകുമെന്ന് റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ ചടങ്ങിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നത്. കടക്കൽ പോലീസ് സർക്കിളിന്റെ പരിധിയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ ഉൾപ്പെടുത്തി ചിതറയിലാണ് ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ജാഗ്രതാ സമിതി. ഈ വിഭാഗക്കാർക്കെതിരായ പീഡനങ്ങൾ തടയുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൃത്യമായ ഇടവേളകളിൽ സമിതി ചേരുമെന്ന് റൂറൽ എസ് പി പറഞ്ഞു. കുറച്ച് ആളുകളെ എടുത്തിട്ട് അവരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം മറ്റാളുകളുണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഉൾപ്പെടെ ഇരുന്നിട്ട് 1 മാസമോ 2 മാസമോ 3 മാസമോ കൂടുമ്പോൾ ഇരുന്നിട്ട് അവരുടെ ഇഷ്യൂസ് എല്ലാം, അവരുടെ പ്രശ്നങ്ങളെല്ലാം സംസാരിക്കുകയും അത് കഴിയുന്നിടത്തോളം പ്രശ്നങ്ങൾ അവരെ പരിഹരിക്കുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമവും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുകയും മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി. അതാണ് കമ്മിറ്റി. അതിനാണ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. പുനലൂർ ഡിവൈഎസ്പി എൻ.എ. ബൈജു അധ്യക്ഷനായി. കടക്കൽ സിഐ വി രജികുമാർ സ്വാഗതം പറഞ്ഞു. ചിതറ, ഇളമാട്, ഇട്ടിവ, നിലമേൽ, കടക്കൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ ചടങ്ങിൽ സംസാരിച്ചു. നിയമാവബോധം എന്ന വിഷയത്തിൽ റിട്ടയർഡ് ഡിവൈഎസ്പി വി കുട്ടപ്പൻ, മയക്കുമരുന്നും സമൂഹവും എന്ന വിഷയത്തിൽ പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ താജുദ്ദീൻകുട്ടി എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കുപ്പിയിൽ കുടുങ്ങിപ്പോയ തലയുമായി 3 ദിവസം വിശന്നലഞ്ഞ നായക്കുട്ടിക്ക് ഫയർഫോഴ്സിന്റെ സഹായത്താൽ മോചനം. വാളക്കോടാണ് സംഭവം. വാളക്കോട് NSV വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് സംഭവം. പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് ഭക്ഷണം പരതുന്നതിനിടെ നായയുടെ തല കുപ്പിയിൽ കുടുങ്ങുകയായിരുന്നു. പ്രദേശവാസികളായ യുവാക്കൾ ഇത് ഊരിമാറ്റി നായയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇവർ മാധ്യമപ്രവർത്തകരെ വിവരമറിയിച്ചു. മാധ്യമപ്രവർത്തകർ ഫയർഫോഴ്സിന്റെ സഹായം തേടി. തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് നായയെ പിടികൂടി. തലയിൽ നിന്ന് കുപ്പി ഊരിമാറ്റി. ജീവൻ തിരിച്ചു കിട്ടിയ നായ 3 ദിവസത്തെ വിശപ്പുമായി ഓടി രക്ഷപ്പെട്ടു. അതിന് രക്ഷപ്പെടാൻ ഇങ്ങനെ പറ്റുന്നില്ല. തലയിൽ നല്ലോണം കുടുങ്ങിപ്പോയി. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. പക്ഷേ അത് കടിക്കാനുള്ള ഭയം കാരണം നമ്മൾ ഫയർഫോഴ്സിനെ അറിയിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ നവീകരണത്തിന് 5 കോടി 8 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയതായി KLDC ചെയർമാൻ ബെന്നി കക്കാട് അറിയിച്ചു. ആര്യങ്കാവ് വാണിജ്യ നികുതി ഓഫീസ് നവീകരിച്ചുകൊണ്ട് പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യമന്ത്രി KM മാണി സാർ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ബഡ്ജറ്റ് സ്പീച്ചിൽ നിയമസഭയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നത്. ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ ആധുനികവത്കരണത്തിലൂടെ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പ്രദേശവാസികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനാണ് KLDC ചെയർമാൻ ബെന്നി കക്കാടിന്റെ ശ്രമഫലമായി ഫലം കാണുന്നത്. പ്രദേശവാസികളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ആര്യങ്കാവിലെ ഗതാഗതക്കുരുക്ക് ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ബെന്നി കക്കാട് പറഞ്ഞു. ശാശ്വത പരിഹാരമെന്ന നിലയിൽ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി ചെക്ക് പോസ്റ്റ് ആധുനികവത്കരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ചെക്ക് പോസ്റ്റ് നവീകരണത്തിനായി 5 കോടി 8 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തുക ബജറ്റിൽ വകയിരുത്തി. പ്രാഥമിക നവീകരണ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. ചെക്ക് പോസ്റ്റിന്റെ സമീപത്തുള്ള 1.5 ഏക്കർ റവന്യൂ ഭൂമിയിൽ പാർക്കിംഗ് സൌകര്യവും ഹൈടെക് പരിശോധനാ സംവിധാനവുമാകും സജ്ജമാക്കുക. ഇതിലൂടെ പ്രദേശവാസികളുടെയും വാഹനയാത്രക്കാരുടെയും നീണ്ട നാളത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് ബെന്നി കക്കാട് പറഞ്ഞു. ഏകദേശം 5 കോടി രൂപയോളം ചിലവഴിച്ചാണ് ഈ ചെക്ക് പോസ്റ്റിന്റെ നവീകരണം, പുതിയ കെട്ടിടം പണിയും അതുകൊണ്ട് പുതിയ ഗ്രൗണ്ട് രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട്
ഇവിടുത്തെ ട്രാഫിക്കിന്, അവിടുത്തെ ആര്യങ്കാവിലെ നമുക്കറിയാം അനേക വർഷക്കാലമായി ആ പ്രദേശത്തിൻ്റെ ട്രാഫിക് സംവിധാനമാകെ വളരെ അശാസ്ത്രീയമായിട്ട് അവിടെ മണിക്കൂറുകളോളം ട്രാഫിക് ജാം ഉണ്ടായി. ജീവിതം തന്നെ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം മാറാൻ പോകുന്നു. അത് ഈ കെട്ടിടം വരുന്നതോടുകൂടി അതിൻ്റെ ഏകദേശം 1.5 ഏക്കറോളം വരുന്ന ഗവൺമെൻറ് സ്ഥലത്ത് മനോഹരമായ ഒരു വാണിജ്യ ഓഫീസാണ്, ഒരു അന്തർ സംസ്ഥാനത്തെ ഒരു ബൗണ്ടറി എന്ന നിലയിൽ ഇതിന് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കെട്ടിടമാണ് അവിടെ പണിയാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പുന്നല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റൂറൽ പോലീസ് ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ജാഗ്രതാ സമിതിയുടെ ഉദ്ഘാടനം പത്തനാപുരം എസ്ഐ PM മുബാറക് നിർവഹിച്ചു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് PM മുബാറക് പറഞ്ഞു. നമ്മൾ ആലോചിച്ചോളം കഴിഞ്ഞ വർഷം കുട്ടികളെ ചൂഷണം ചെയ്ത ആ രീതിയിൽ തന്നെ 1452 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഇത് വളരെ കൂടുതലാണ്. സ്റ്റേറ്റ് ക്രൈം റിക്കോർഡ് ബ്യൂറോയുടെയും അതുപോലെ നാഷണൽ ക്രൈം റിക്കോർഡ് ബ്യൂറോയുടെയും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരവസരമുള്ളത്. തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ പുറത്ത് പറയാതെ നിശബ്ദം ഈ ചൂഷണങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കതിൽ നിന്നും മനസ്സിലാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുട്ടികൾക്ക് ചൂഷണം ഇടയാകുമ്പോൾ അവർക്ക് ഇത് തുറന്നു പറഞ്ഞ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടാനും ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആശയക്കുഴപ്പത്തിലും ആശങ്കാജനകമാണ്. ആ ഒരു അവസ്ഥ മാറുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂൾ ജാഗ്രതാ സമിതി നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ജനമൈത്രി ബീറ്റ് ഓഫീസർ SI വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് മണികുമാർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽമാരായ V രഘുകുമാർ, KJ അനിൽകുമാർ, TG ഗോപിനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് അമ്പിളി രാജീവ്, B ഉഷാകുമാരി, TM സുരേന്ദ്രൻ, TS സഫീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് പുനലൂരിൽ സ്വീകരണം നൽകി. കോൺഗ്രസും BJPയുമല്ലാത്ത ഒരു മുന്നണിയെ ജനം ആഗ്രഹിക്കുന്നുവെന്ന് പിണറായി. ബ്ലേഡ് മാഫിയയ്ക്കെതിരെ പോലീസ് നടപടി തുടരുന്നു. കുന്നിക്കോട്, പത്തനാപുരം, പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കടക്കലിൽ ദമ്പതിമാരെ വീടുകയറി ആക്രമിച്ചതായി പരാതി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.